നമസ്കാരം. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാന്ധിജിയെ കയ്യും കാലും കൂട്ടിക്കെട്ടി ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കണം, അതും വൈസ്രോയി കയറിയ ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അതാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹത്തെയാണ് ഇന്നത്തെ അതിഥിയായിട്ട് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നിരാഹാരം നടത്തിയ ഗാന്ധിജി മരണമടയുന്നതാണ് നല്ലതെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ 1920 പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വേർഡാണ് ഞാൻ പറഞ്ഞത്. ഗാന്ധിജിയെ കയ്യും കാലും കൂട്ടിക്കെട്ടി വൈസ്രോയി കയറിയ ആനയെ കൊണ്ട് ചവിട്ടിക്കൂട്ടണമെന്ന്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യയുടെ എക്കാലവും ഉള്ള ഒരു വിമർശകനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ഇദ്ദേഹത്തിന് ചിന്തിക്കാനേ ആവാത്ത കാലമായിരുന്നു. 1930 ഇറങ്ങിയ ഇദ്ദേഹത്തിന്റെ മൈ ഏർലി ലൈഫ് എന്ന പുസ്തകത്തിൽ ഇന്ത്യ വിരുദ്ധ സമീപനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ഒരിക്കല്, അതായത് 1941 തങ്ങളുടെ ഭടന്മാർക്ക് കൊടുക്കുകയും അത് ബ്രിട്ടനിലേക്ക് അയക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ക്ഷാമം വരുത്തി. ആ ക്ഷാമത്തെ ബംഗാൾ ക്ഷാമം എന്നാ പറയുന്നത്. ആ ബംഗാൾ ക്ഷാമത്തോട് തന്നെ ലക്ഷങ്ങളാണ് മരിച്ചത്. അന്ന് അദ്ദേഹം അതിനെ മറികടക്കുന്ന ഒരു കാര്യം പറഞ്ഞ ഇതാണ്: ഇന്ത്യക്കാർ മുയലുകളെ പോലെ തിന്ന് മുടിച്ചിട്ടാണ് ക്ഷാമം വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുകയല്ല വന്നത്. അദ്ദേഹം 1890 സൈനികനായിരിക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അതും ബാംഗ്ലൂരിൽ. അന്ന് ഇന്ത്യയെയും ഇന്ത്യൻ സംസ്കാരത്തെയും വളരെ അവജ്ഞയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പലതും ചരിത്രങ്ങളായിരുന്നല്ലോ. ചിലതെല്ലാം തനിക്ക് വേണ്ടി വളച്ചൊടിച്ചത്, അതായത് തൻ്റെ രാജ്യത്തിന് വേണ്ടി വളച്ചൊടിച്ചത്. പലപ്പോഴും ചരിത്രങ്ങൾ യാഥാർത്ഥ്യമായി നമുക്ക് ലഭിക്കാറില്ല, അതെല്ലാം വളച്ചൊടിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ഇയാളെ എന്ന് ഞാൻ സംബോധനയായിട്ട് അദ്ദേഹത്തെ, കാര്യം എനിക്ക് റെസ്പെക്റ്റ് ഇല്ല അദ്ദേഹത്തിനോട്, മറ്റൊന്നുമല്ല. അദ്ദേഹം ഇന്ത്യയോട് ചെയ്തിട്ടുള്ള ആ കൊടും പാതകങ്ങൾ, അത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കിത് മറക്കാനാവാത്തതാണ്. 1947 ഇയാളായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടാക്കനിയായനെ. അത് 1955 കഴിഞ്ഞേ നമുക്ക് കിട്ടുള്ളൂ. അതായത് ഇയാളുടെ മരണം വരെ അല്ലെങ്കിൽ ഇയാളുടെ ഭരണം വരെ ആയിരുന്നു നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ. നമ്മൾക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു അന്നത്തെ 1947 പ്രധാനമന്ത്രി. 1947 ഫെബ്രുവരിയിൽ തന്നെ ബ്രിട്ടൻ വിടാനുള്ള സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനം എടുത്തത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. നമ്മുടെ ഭാഗ്യം തന്നെയാണ് വിൻസ്റ്റൺ ചർച്ചിൽ 1945 പരാജയപ്പെട്ടത്. എങ്കിലും അയാൾ തകർച്ചയിൽ നിന്ന് ഉയർത്തും. അതാണ് അയാളുടെ നാവിൻ്റെ പവർ. 1951 വീണ്ടും അയാൾ പ്രധാനമന്ത്രിയായി, 1955 വരെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അനഭിമതനാണ് സർ വിൻസ്റ്റൺ ചർച്ചിലെങ്കിലും അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണ്. 1953 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായതാണ് അദ്ദേഹം. അറിവും വിദ്യാഭ്യാസവും കഴിവും സംസ്കാരവും ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ലെന്ന് നമ്മൾ തെളിയിച്ചൊരു വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. കാരണം വായ പോയ കോടാലിയായിരുന്നു അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നാവ്. എത്ര ഉയരത്തിൽ കൊടികെട്ടിയ മനുഷ്യനായാലും ഇതെല്ലാം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നാവ് മോശമായാൽ തീർന്നില്ലേ. ഞാൻ ഒരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പറ്റി ബഹുമാനമില്ലാതെ പറഞ്ഞതും. സോറി. ഇനി അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ മുൻ തലമുറകളും ഞാനും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എങ്കിലും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ 51ഓളം പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. നമ്മളിൽ പലർക്കും തന്നെ പഠിക്കാൻ കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ. 360ഓളം ലേഖനങ്ങൾ, ലഘുലേഖകൾ
840 ലേഖനങ്ങൾ, 9,000 പേജുള്ള പ്രസംഗങ്ങൾ, അങ്ങനെ നീളുകയാണ്. 10ലധികം അവാർഡുകൾ, നിരവധി സ്ഥാനമാനങ്ങൾ, കൂടാതെ നോബൽ സമ്മാനവും. നോബൽ സമ്മാനം കിട്ടിയ ആകെ ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, വിൻസ്റ്റൺ ചർച്ചിൽ. 1940 വരെയും 1940 മുതൽ 1945 വരെയും 1951 മുതൽ 1955 വരെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് 8 വർഷവും 299 ദിവസങ്ങളുമാണ്. ബ്രിട്ടീഷ് രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു സർ വിൻസ്റ്റൺ ലയണോഡ് സ്പെൻസർ ചർച്ചിൽ. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവും പ്രസംഗകനും തന്ത്രജ്ഞനുമായിരുന്ന ചർച്ചിൽ ബ്രിട്ടീഷ് കരസേനയിൽ സൈനികൻ ആയിട്ടാണ് ആരംഭിച്ചത്. ആധുനിക ബ്രിട്ടീഷ് ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ചർച്ചിലിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ജനങ്ങളും, നമ്മളും നമ്മുടെ തലമുറകളും ഇദ്ദേഹത്തെ ഓർക്കാനുള്ള ഒരടയാളം നമ്മിൽ അവശേഷിപ്പിച്ചിട്ടാണ് അദ്ദേഹം 90-ാം വയസ്സിൽ പോയത്. വി കണ്ടിട്ടില്ലേ ഇങ്ങനെ? പലരും നമ്മുടെ കൊച്ചുകുട്ടികളും വലിയവരും ഇങ്ങനെ കാണിക്കും. ഈ വിക്ടറി എന്ന അടയാളം ഇദ്ദേഹത്തിൽ നിന്നാണ് വന്നത്. ആ ചർച്ചിലിന്റെ സംഭാവനയാണ്. വിൻസ്റ്റൺ ചർച്ചിലിന്റെ വി അടയാളം അദ്ദേഹം നമ്മോട് ചെയ്തുള്ള അവഗണനയ്ക്കുള്ള പ്രതിഷേധമായി ഞാൻ ഒരിക്കലും ഈ അടയാളം ഒരിടത്തും ഞാൻ ചെയ്യാറില്ല. ഫോട്ടോയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. എല്ലാവരും ഫോട്ടോയിൽ വി കാണിച്ചപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കാതിരുന്നതെന്ന്. അദ്ദേഹത്തിന് ഞാൻ നൽകിയ മറുപടിയായിരുന്നു, അദ്ദേഹം ഇന്ത്യയോട് ചെയ്ത, നമ്മുടെ ഗാന്ധിയോട് ചെയ്ത ആ വാക്കുകൾ കൊണ്ടുള്ള പാതകങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിലിന്റെ പുസ്തകം ഞാൻ അടയ്ക്കുകയാണ്. പ്രസംഗങ്ങളും പ്രവൃത്തികളും രണ്ടും രണ്ടാണെന്ന് നമ്മെ പഠിപ്പിച്ച് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ഒത്തിരി സ്നേഹത്തോടെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. ഒത്തിരി സഞ്ചരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വിൻസ്റ്റൺ ചർച്ചിലൂടെ സഞ്ചരിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു.